പരീക്ഷ കഴിഞ്ഞു. മടങ്ങിപ്പോകാൻ ഒരു കപ്പലേയുള്ളൂ. വൻകരയ്ക്കും ലക്ഷദ്വീപിനുമിടയ്ക്ക് യാത്രയ്ക്കായി യുഗോസ്ലോവിയ ഭാരതത്തിന് സമ്മാനിച്ച ആർഭാടക്കപ്പൽ. കപ്പൽ കവറത്തിയിലെത്താൻ ഒരാഴ്ച കഴിയും. അതുവരെ ഈ ചെറുതുരുത്തിൽ കഴിയണം. ഞങ്ങൾ 5 പേരും. എങ്ങോട്ട് നോക്കിയാലും കടൽ. കടലല്ലാതെ മറ്റൊന്നും കാണാനില്ല. കടലിൽ കുളിച്ചും പവിഴപ്പുറ്റുകൾ ശേഖരിച്ചും മടുത്തു. അവശേഷിച്ച ഏക വിനോദം പരദൂഷണമാണ്. കോളേജ് അധ്യാപകർ പരദൂഷണ കലയിൽ മന്നന്മാരാണ്. അടിയന്തരാവസ്ഥ. പരദൂഷണത്തിന്റെയും കിംവദന്തികളുടെയും വസന്തകാലം. ഞങ്ങളിൽ ഭൂരിപക്ഷവും അടിയന്തരാവസ്ഥ വിരുദ്ധ. കയ്യാമം വയ്ക്കപ്പെട്ട ഡാക്കു സുന്ദർ സിംഗ് സഞ്ജയ് ഗാന്ധിയുടെ മുഖത്ത് കാർക്കിച്ചു തുപ്പിയതിന്റെയും സഞ്ജയന്റെ കിങ്കരന്മാർ ഉത്തർപ്രദേശിലെ ഗ്രാമങ്ങൾ വളഞ്ഞു ഗ്രാമീണരെ മുഴുവൻ പിടിച്ചുകൊണ്ടുപോയി വരിയുടച്ചതിന്റെയും കഥകൾ പറഞ്ഞു ഞങ്ങൾ രസിച്ചു. നേരും നുണയും ഇഴപിരിച്ചെടുക്കാനാകാത്തവണ്ണം ഇഴുകിച്ചേർന്ന രസികൻ കഥകൾ. 3-4 നാളുകൾ കഴിഞ്ഞപ്പോൾ കഥ കേട്ടും പറഞ്ഞും ഞങ്ങൾ മടുത്തു. റേഡിയോ തുറന്നാൽ ആക്രോശം. നാവടക്കൂ, പണിയെടുക്കൂ. ബോറടിച്ചു കുത്തിയിരുന്ന് കോട്ടുവായിരുന്ന അവസ്ഥയിലെത്തി ഞങ്ങൾ. സമയം തള്ളി നീക്കാൻ പല മാർഗങ്ങളും ആലോചിച്ചു. അപ്പോഴാണ് ബോട്ടിങ്ങിന്റെ കാര്യം ആരോ എടുത്തിട്ടത്. പ്രൊഫസർ മാത്യു താമരക്കാട് പക്ഷിപ്പേട്ടിലേക്ക് ഒരു നൗകായാത്ര ശരിയാക്കാമെന്നേറ്റു. കവറത്തിയിലെ ഫിഷറീസ് ഡയറക്ടർ താമരക്കാടിന്റെ സഹപാഠിയാണ്. കാര്യങ്ങൾ വളരെ വേഗം നീങ്ങി. അടുത്ത ദിവസം അതിരാവിലെ ചൂര പിടിക്കാൻ പക്ഷിപ്പെട്ട് ഭാഗത്തേക്ക് 2 മീൻപിടുത്ത ബോട്ടുകൾ നിയോഗിക്കപ്പെട്ടു. ബോട്ടുകളിൽ കവറത്തി ജവഹർലാൽ നെഹ്റു കോളേജിൽ പരീക്ഷയ്ക്കായി വന്ന ഞങ്ങളും. മൺസൂൺ കാലത്ത് ദേശാടന പക്ഷികൾ പക്ഷിപ്പെട്ട് എന്ന കൊച്ചു ദ്വീപിലെത്തും. കടൽക്ഷോഭം മൂലം ആ സമയത്ത് ബോട്ടുകൾക്കൊന്നും ആ വിജനദ്വീപിലെടുക്കാൻ കഴിയില്ല. മനുഷ്യന്റെ അതിക്രമത്തിൽ നിന്നും സ്വതന്ത്രവും സുരക്ഷിതവുമായൊരിടം. മുട്ടയിട്ട കുഞ്ഞുങ്ങളെ വളർത്താൻ. ബോട്ടിൽ 3-4 ജോലിക്കാർ. ഒരു തോല കോർത്ത കയറുകളിൽ ചൂണ്ട. അവർ ചൂര പിടിച്ചുകൊണ്ടിരുന്നു. കറുത്തുതടിച്ച ചൂരകളെ പിടിക്കുന്നത് നോക്കിയിരിക്കുക രസകരമാണ്. ചൂര പാകം ചെയ്ത് ടിന്നിലാക്കി കയറ്റുമതി ചെയ്യുന്ന ഒരു ഫാക്ടറി കവറത്തിയിലുണ്ടെന്നും ആരോ ഒരാൾ പറഞ്ഞു. വെയിലിന് ചൂടേറി. ചൂടിന്റെ കാഠിന്യം കുറയ്ക്കാൻ കൂടെ ഞാൻ കൈകാലുകളും മുഖവും കടൽവെള്ളം കൊണ്ട് നനച്ചുകൊണ്ടിരുന്നു. ബോട്ടുകൾ അറബിക്കടലിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷിപ്പെട്ടും കാത്ത് വിദ്രതയിൽ കണ്ണും നട്ട് ഞങ്ങളും. ഒരു പറ്റം പറക്കും മത്സ്യങ്ങൾ ഞങ്ങളുടെ ബോട്ടിന് സമീപം കൂടെ പറന്നുപോയി. 12 മണിയോടെ ഒരു ചെറിയ ദ്വീപിനടുത്തെത്തി. 1 ഏക്കറിൽ കുറവായിരിക്കും വിസ്തീർണം. ദ്വീപിന് ചുറ്റും 100 കണക്കിന് കാക്കകളും കടൽക്കാക്കകളും കലപില ശബ്ദമുണ്ടാക്കി പറക്കുന്നു. ചന്തമുള്ള കാഴ്ച. ദേശാടന പക്ഷികളെയൊന്നും കാണാൻ കഴിഞ്ഞില്ല. സീസണായിട്ടില്ല. ബോട്ടടുത്തെത്തിയപ്പോൾ പക്ഷികളെല്ലാം പറന്നകന്നു. ഞങ്ങൾ പക്ഷിപ്പെട്ടിനെ 50-60 മീറ്റർ അകലെ മാത്രം. ഊക്കൻ തിരമാലകൾ ദ്വീപിനു ചുറ്റും തട്ടിത്തകരുന്നു. തിരമാലകളുടെ ഭീകരഗർജനം. ഡ്രൈവർ താമരക്കാടിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, സർ, ബോട്ടുകൾ ഇതിൽ കൂടുതൽ അടുപ്പിക്കാൻ പറ്റില്ല. പാറയിൽ തട്ടിത്തകരും. ഇത്രയും അടുത്ത് വന്നിട്ടേ ദ്വീപിൽ ഇറങ്ങാതെ പോകുകയോ? CP മാത്യുവിലെ സാഹസികൻ ഉണർന്നു. 50 മീറ്റർ ദൂരമേ കാണൂ. ഇവന്മാർ കൊണ്ടുപോയില്ലെങ്കിൽ ഞാൻ നീന്താം. ഇങ്ങനെ കടലിളകുമ്പോൾ നീന്തലറിയാവുന്നവർ പോലും കടലിൽ മുങ്ങിപ്പോകും. ചിരിച്ചുകൊണ്ട് ഉക്കാസ് പറഞ്ഞു. ഞങ്ങളെ ഏതാപത്തിൽ നിന്നും രക്ഷിക്കാനാണ് ഫിഷറീസ് ഡയറക്ടർ ഉക്കാസിനെ അയച്ചിരിക്കുന്നത്. കവറത്തിയിലെ ഏറ്റവും മുന്തിയ നീന്തൽക്കാരൻ. ഉരുക്കുപോലെ ഉറച്ച ശരീരം. ഞാൻ കുട്ടനാട്ടുകാരനാണ്. വെള്ളത്തിൽ ജനിച്ചു വളർന്നവൻ. എവിടെയും നീന്തും.
എപ്പോഴും നീന്തണം. നമ്മൾ അവിടെ പോകുന്നത് ഇവന്മാർക്ക് ഇഷ്ടമല്ല. യൗവനം എന്നേ കഴിഞ്ഞു. എങ്കിലും CP മാത്യുവിന്റെ ഊറ്റത്തിന് കുറവില്ല. ഇത്രയും ദൂരമല്ലേ ഉള്ളൂ. ഞാനിത് പുല്ലുപോലെ നീന്തി കിടക്കും. നിങ്ങൾ തടസ്സപ്പെടുത്താതിരുന്നാൽ മതി. CP മാത്യു വിടാൻ ഉദ്ദേശമില്ല. എങ്കിൽ സാർ നീന്തു, ഞാനും കൂടെ വരാം. ഉക്കാസ് കടലിലിറങ്ങി, കൂടെ മാത്യു സാറും. പകുതി ദൂരം ചെന്നപ്പോൾ മാത്യു സാറിന്റെ വേഗത കുറഞ്ഞു. ക്ഷീണം ആരംഭിച്ചതായി തോന്നി. ശ്വാസമടക്കി പിടിച്ചു ഞങ്ങൾ നോക്കിയിരിക്കുകയാണ്. ഒരു വൻതിരയോടൊപ്പം കരയ്ക്കു കയറാൻ മാത്യു സാർ ശ്രമിച്ചു. അതിലേറെ ശക്തിയോടെ മറ്റൊരു തിര മാത്യു സാറിനെ കടലിലേക്ക് വലിച്ചെറിഞ്ഞു. അയ്യോ! ബോട്ടിൽ നിന്ന് ആരോ വിളിച്ചു. പാറയിൽ കൈയിടിച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ ഉക്കാസ് മാത്യു സാറിനെ വാരിയെടുത്തു. അടുത്ത തിരയിൽ മാത്യു സാറിനെയും കയ്യിലേറ്റി ഉക്കാസ് കരയ്ക്കു കയറി. കരയിലെത്തിയ ഉടൻ മാത്യു സാർ ഛർദ്ദിച്ചു. 5 മിനിറ്റിലേറെ അങ്ങനെ ഇരുന്ന് കാണും. മാത്യു സാർ മെല്ലെ എണീറ്റു. ദ്വീപിന് ചുറ്റും ഒന്ന് കറങ്ങി വന്നപ്പോൾ പാലക്കാട് വിക്ടോറിയ കോളേജിലെ കെമിസ്ട്രി ലെക്ചററായ ബാബു ഉച്ചത്തിൽ വിളിച്ചു ചോദിച്ചു, മാത്യു സാറേ, ഞങ്ങളും വരട്ടെയോ? സംസാരിക്കാനാകാതെ കൈയെടുത്ത് വിലക്കി. മാത്യു സാറിന് ആകാമെങ്കിൽ എന്തുകൊണ്ട് എനിക്കായിക്കൂടാ? ഞങ്ങളിൽ ഓരോരുത്തരുടെയും മനസ്സ് അന്ത്രിച്ചു. മാർഗം കണ്ടെത്തി. ഉക്കാസ് തിരിച്ചു വന്നു വള്ളത്തിലെ വടവുമായി ദ്വീപിലെത്തുക. ദ്വീപിൽ മാത്യു സാറും ഉക്കാസും ബോട്ടിൽ കെട്ടിയിരിക്കുന്ന വടവും പിടിച്ചു നിൽക്കുക. വടത്തിൽ പിടിച്ചു തൂങ്ങി മറ്റുള്ളവരും ദ്വീപിലെത്തുക. ആർക്കെങ്കിലും നീന്തൽ അറിയാമെങ്കിൽ എന്റെ കൂടെ വരാം. വടവുമെടുത്തു ഉക്കാസ് പറഞ്ഞു. നീന്തൽ അറിയാം, കടലിൽ നീന്തിയിട്ടില്ല, ഞാൻ പറഞ്ഞു. ഞാനും കുറേശ്ശെ നീന്തം, ബാബു പറഞ്ഞു. വേണോ വേണ്ടയോ? മനസ്സിന്റെ ചാചാട്ടങ്ങൾക്കൊടുവിൽ പറഞ്ഞു, ഞാനും വരാം. അക്കരെ എത്തുമോ? എത്തിയില്ലെങ്കിൽ അച്ഛനെയും അമ്മയെയും ഓർത്തു. ഞാൻ ദ്വീപിൽ വരുന്ന വിവരം അവർ അറിഞ്ഞിട്ടില്ല. ഭയത്തെക്കാളേറെ ശക്തമായിരുന്നു പക്ഷിപ്പൊട്ടിൽ കാൽകുത്തണമെന്ന മോഹം. ഇന്നാലോചിക്കുമ്പോൾ ശുദ്ധഭംഗത്ത, ആവശ്യമില്ലാത്ത സാഹസം. മുൻപേ പോയ വിഡ്ഢിയേക്കാൾ മോശമല്ലെന്ന് തെളിയിക്കാൻ പിൻപേ പോയ പമ്പര വിട്ടി. കടലിലിറങ്ങി ഉക്കാസ് വടവുമായി നീന്തി. ഒരു കൈ വടത്തിൽ പിടിച്ചു, ഞാനും കൂടെ നീന്തി. പകുതി ചെന്നപ്പോൾ അറിയാതെ ഒരു കവൾ വെള്ളം കുടിച്ചു. വെക്കിച്ചു വച്ചു. കണ്ണു നിറഞ്ഞു. കടിച്ചു പിടിച്ചു നീന്തി. അക്കരെ എത്തിയേ പറ്റൂ. ഉക്കാസിന്റെ ബലിഷ്ഠഹസ്തങ്ങൾ എന്നെ തിരയുടെ കൂടെ കരയിലെത്തിച്ചു. വെള്ളം കുടിച്ചെങ്കിലും കരയിലെത്തിയപ്പോൾ സംതൃപ്തി, സന്തോഷവും. ഉക്കാസ് വീണ്ടും ബോട്ടിലേക്ക് മടങ്ങി. ഉക്കാസിനോടൊപ്പം ബാബുവും നീന്തിയെത്തി. ഉക്കാസിന്റെ സഹായമില്ലാതെ നീന്തിയെത്തിയത് ബാബു മാത്രമായിരുന്നു. ഇത്രയുമായപ്പോൾ ഞങ്ങളിൽ കാരണവരായ താമരക്കാടിനും ഇരിക്കപ്പുറതിയില്ലാതായി. ഉടുപ്പും മുണ്ടുമൊക്കെ ഊരിയെറിഞ്ഞിട്ട് ഞെട്ടിയുമിട്ട് താമരക്കാടും ഉക്കാസിന്റെ കൂടെ കടലിലിറങ്ങി. താമരക്കാടും പക്ഷിപ്പെട്ടിൽ ഞങ്ങളോടൊപ്പം എത്തി. ദ്വീപിലെങ്ങും ഒരു പക്ഷിമുട്ട പോലും കണ്ടില്ല. ഒരുപക്ഷെ ഞങ്ങളിലും സാഹസികർ മുട്ടകളും ശേഖരിച്ച് വഞ്ചികളിൽ മടങ്ങിക്കാണും. ആ വിജനദ്വീപിൽ കണ്ടത് ഞങ്ങളെ കണ്ടപ്പോൾ കുഴിയിൽ ഓടിയൊളിക്കുന്ന ഏതാനും ചെറു ഞണ്ടുകൾ മാത്രം. കുറേ സമയം ദ്വീപിൽ ചിലവഴിച്ചിട്ട് വടത്തിൽ പിടിച്ച് ഞങ്ങൾ മടങ്ങി. ഒടുവിൽ ഉക്കാസ് തനിയെ നീന്തി ബോട്ടിലെത്തി. യാത്രാക്ഷീണത്തിൽ ഞങ്ങളെല്ലാം നേരത്തെ കിടന്നുറങ്ങി. രാവിലെ ഉണർന്നപ്പോൾ മാത്യു സാറ് കണ്ണും തുറന്നു കിടക്കുന്നു. ദ്വീപിലെത്തിയപ്പോൾ എന്തു തോന്നി? വായിൽ നിന്നും എഴുന്നേൽക്കാതെ ബാബു ചോദിച്ചു. അമേരിക്കയിൽ ആദ്യമായി കാൽകുത്തിയ കൊളംബസിനെ പോലെ തോന്നി. കണ്ണും തിരുമ്മി എഴുന്നേൽക്കുന്നതിനിടയിൽ ഉറക്കച്ചടവോടെ മാത്യു സാറ് പറഞ്ഞു, പിന്നെ ഞങ്ങൾ വരണ്ടെന്നു കൈ കാണിച്ചതെന്തിന്?
ഞാനല്ലാതെ ആരും പക്ഷിപ്പെട്ടിലിറങ്ങരുതെന്ന് ആഗ്രഹിച്ചു.